ഹായ്, ക്രേസി ഫ്രീക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ക്രേസി ഫ്രീക്സ് സ്റ്റാർട്ട് ചെയ്ത ദിവസം തുടങ്ങി ഇന്ന് ഈ സമയം വരെ ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് മെസ്സേജ് കൂടെ ആയാലും വാട്സപ്പ് ത്രൂ ആയാലും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു സഹകരണം കൊണ്ടും ഈശ്വരൻ അനുഗ്രഹം കൊണ്ടുമാണ് നമുക്ക് ഓർഡറുകളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് അല്ലേ. അത് നമുക്ക് ഓൺലൈനായിട്ടാണ് കിട്ടിയത്. രണ്ടാമത്തെ ഓർഡർ നമുക്ക് ഓഫ്ലൈനായിട്ടാണ്, അതായത് ഇവിടെ വന്ന് എടുക്കുകയാണ് ചെയ്തത്. വന്ന ആൾ ഒരു സാരിയും പിന്നെ അതുപോലെ ക്ലിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല, കാരണം ഞാൻ ട്യൂഷൻ എടുക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു അവർ വന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ വന്ന സമയത്ത് വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു ആ ടൈമിൽ പറ്റണുണ്ടായിരുന്നില്ല. എനിക്ക് ഓൾറെഡി ട്യൂഷനുള്ള കാരണം കൊണ്ട് ഓൺലൈനോ ഓഫ്ലൈനോ ടൈമിലുണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ അഭിപ്രായങ്ങൾ ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മെസ്സേജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരുടെയും ഇപ്പം നമുക്ക് 2 ഓർഡർ പോയിട്ടുണ്ടായിരുന്നു. ആ 2 പേരുടെയും ഓർഡറിൻ്റെ റിവ്യൂസ് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ വന്ന മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ നമുക്ക് ഒരു വീഡിയോയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയാമല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സാരി ഗിവ് അവേയും അതുപോലെ ചുരിദാർ മെറ്റീരിയലിൻ്റെ ഗിവ് അവേയും കൊടുത്തിട്ടുള്ളതിൻ്റെയും ഇതുപോലെ തന്നെ അവരുടെ കയ്യിലും അവരുടെ അടുത്തു നിന്ന് റിവ്യൂസ് എന്താണ് അവർക്ക് കിട്ടിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ റിവ്യൂസ് തരാനായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അവർ തന്നുമ്പോൾ അതും കൂടി ചേർത്തിട്ട് ഞാനത് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ തുടർന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എനിക്കൊത്തിരി സന്തോഷമുണ്ട് നമുക്കിങ്ങനെ നിങ്ങൾ കട്ടയ്ക്ക് കൂടെ നിൽക്കണമുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സാരികളും അതുപോലെ ക്ലിപ്പൊക്കെയാണ് നമ്മുടെ കയ്യിൽ. ഇപ്പം ഞാൻ ഇതുവരെ വീഡിയോ കാണിച്ചിട്ടുള്ളതിൻ്റെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സാരി, ഇപ്പോൾ നമ്മൾ നിലവിൽ 2-3 സാരിയാണ് നമ്മൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തന്ന വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതല്ല, ആ സാരികളിൽ തന്നെ 2 സാരി സെയിൽ ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സാരിയൊക്കെ നമ്മൾ ഇടും, നാളെ വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഐറ്റംസൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ത്രൂ ഒന്ന് നിങ്ങൾ മെസ്സേജ് അയക്കണം, എന്നാലേ അറിയുള്ളൂ. ചിലപ്പോൾ അതാരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നായാലും നിങ്ങൾക്ക് അയച്ചാൽ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ 5 എണ്ണമായിട്ടൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും. നിങ്ങൾക്കത് ഒരു സ്റ്റാർട്ടപ്പ് പോലെ ഒന്ന് ചെയ്ത് നോക്കാനായിട്ടൊക്കെ പറ്റുന്ന കാര്യമാണ്. ഡെയിലി സാരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് ഒത്തിരി ബെനിഫിറ്റായിരിക്കും. അല്ലാതെ ഇപ്പോൾ യൂണിഫോമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം അങ്ങനെ യൂസിങ് വന്നില്ലല്ലോ. ഒരു 2 യൂണിഫോം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറി മാറി അത് തന്നെ ഇട്ടാൽ മതി. നേരെ മറിച്ച് നമ്മൾ യൂണിഫോം അല്ലാതെ സാരിയായിട്ട് തന്നെ യൂസ് ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരേ സാരി തന്നെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാരികൾ നമുക്കങ്ങനെ ഫങ്ഷൻസിന് ഉപയോഗിക്കാനും പറ്റില്ല. അങ്ങനെയുണ്ട് ഒരു ഡ്രോബാക്കായിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഒത്തിരി യൂസ്ഫുള്ളായിരിക്കും. പിന്നെ നമുക്ക് വേറെ ഈ തയ്യലൊക്കെ പഠിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ തയ്യൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടായ അനുഭവമാണ്. നമ്മൾ തയ്യൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മെറ്റീരിയൽ ആവശ്യം വരും അല്ലേ. നമ്മളപ്പോൾ റേറ്റ് കുറവിന് നമ്മൾ കടകളിൽ അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഐറ്റത്തിന് എന്തായാലും റേറ്റ് വരും. അപ്പോൾ നമ്മൾ ലൈനിങ്ങിനും പൈസ കൊടുത്ത് ഇതിനും പൈസ കൊടുത്ത് തുണി 2 കൂടി ആയിട്ട് എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ലൈനിങ് ഇല്ലാത്ത ടൈപ്പ് മാത്രമായിട്ട് ചെയ്ത് പഠിക്കണം. നമുക്ക് ലൈനിങ് ഉള്ളതും കൂടി തയ്യൽ പഠിക്കുമ്പോൾ നമുക്ക് ലൈനിങ് ഉള്ളതും ഇല്ലാത്തത് രണ്ടും പഠിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനെ നിങ്ങൾക്ക് ആവശ്യം വരുന്നവർക്കും നമ്മളുടെ ഈ സാരി എടുത്തിട്ട് അതിന് നിങ്ങൾക്ക് തയ്ച്ച് പഠിക്കാനായിട്ട് 5.5 മീറ്റർ ഉണ്ട് നമ്മുടെ സാരികളെല്ലാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് എടുത്തിട്ട് നിങ്ങൾ ലൈനിങ് എടുത്ത് കഴിഞ്ഞപ്പോൾ 5.5 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം 3 സാരി എന്താ പറയുക 3 ചുരിദാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അടിക്കാം. അല്ലെങ്കിൽ ചുരിദാറോ അല്ലെങ്കിൽ ഫ്രോക്കോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അത് ബെനിഫിറ്റാണ്. അങ്ങനെ നിങ്ങൾ എടുത്തിട്ട് ലൈനിങ് മാത്രം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. അപ്പോൾ തയ്യലൊക്കെ പഠിക്കുന്നവർക്ക് ഒത്തിരി യൂസ്ഫുള്ളാണ്. ഞാൻ അനുഭവിച്ചിട്ടുള്ള കാരണം കൊണ്ടാണ് ഇങ്ങനെ തന്നെ പറയുന്നത്. നമുക്ക് റേറ്റ് കുറവിൽ മെറ്റീരിയൽ കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കിട്ടുക എന്ന് പറയുന്നത് അതിനേക്കാളും ബുദ്ധിമുട്ടാണ് റേറ്റ് കുറവിന്. അപ്പോൾ നിങ്ങൾ സാരി ഇത് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പർപ്പസും കൂടി ഉണ്ട്. നമുക്ക് മൾട്ടിപർപ്പസായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇതുള്ളതും കൂടി ഞാൻ ഇതിൻ്റെ ഇടയിലൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് യൂസ്ഫുള്ളാണ്. പിന്നെ നിങ്ങളുടെ സജഷൻസൊക്കെ പറയാം കേട്ടോ. ഇപ്പോൾ മെറ്റീരിയൽസ് നമ്മൾ കോട്ടൺ മെറ്റീരിയൽ അല്ലെങ്കിൽ റയോൺ
പിന്നെന്താണ് സിൽക്ക്, അങ്ങനെ പല പല മെറ്റീരിയൽ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ മെറ്റീരിയലാണ് നിങ്ങൾ കൂടുതൽ കംഫർട്ടായിട്ട് നിൽക്കുന്നതെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് എടുക്കുമ്പോൾ അധികം എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. നമ്മൾ കുറേ എടുത്ത് വെച്ചിട്ട് അത് ലാസ്റ്റ് ഡെഡായിട്ട് അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ കയ്യിലായാലും ഒരുപാട് ഫണ്ട് അങ്ങനെ ഇറക്കാനായിട്ടും ഇല്ല. അപ്പോൾ നമ്മൾ അതൊന്നും ഒരുപാട് എടുത്തിട്ടില്ല. എല്ലാ മെറ്റീരിയലിൽ നിന്നുള്ള രീതിയിൽ കുറച്ച് ഐറ്റംസ് അങ്ങനെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയണ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ ചോദിക്കുന്ന അനുസരിച്ചിട്ട് നമ്മൾ ഓരോന്നിൻ്റെ ഇപ്പം കോട്ടൺ ആയാലും അല്ലെങ്കിൽ കോട്ടണിൽ തന്നെ മിക്സ് ആയിട്ടുള്ളതുണ്ട്. ചിലവർക്ക് ഇച്ചിരി ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത്, അതായത് വണ്ണം കുറവുള്ളവർക്കൊക്കെ ഇച്ചിരി വിടർന്ന് നിൽക്കുന്ന ടൈപ്പായിരിക്കും ഇഷ്ടം. അതുപോലെ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങൾ പറയുന്ന അനുസരിച്ചിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് മെറ്റീരിയൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ഫാമിലി പോലെയാണ് എല്ലാവരെയും കരുതണേ. അപ്പോൾ നിങ്ങളുടെ സജഷൻസൊക്കെ എനിക്ക് ആവശ്യമുണ്ട്. ഞാനായാലും ഒരുപാട് അങ്ങനെ സാരി യൂസ് ചെയ്യുന്ന ആളല്ല, അത്യാവശ്യം യൂസ് ചെയ്യുന്നതല്ലാതെ ഒത്തിരി യൂസ് ചെയ്യുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്നവരോട് ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അതിനെക്കുറിച്ച് ഫീഡ്ബാക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ വാട്സപ്പ് ത്രൂ ആയാലും എന്നെ ഒന്ന് മെസ്സേജ് ഇട്ട് എന്നോട് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് ഒത്തിരി യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതനുസരിച്ചിട്ട് എനിക്ക് കുറച്ചുകൂടിയൊക്കെ പഠിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ചോദിക്കണേ കേട്ടോ. കാരണം എനിക്ക് കുറേ ഡ്രോബാക്സ് ഉണ്ടാവും, സ്റ്റാർട്ടിങ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറേ ഡ്രോബാക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ തന്നെയാണ് എനിക്കതൊക്കെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങി ഒപ്പം കൂടിയാണ് കുറച്ച് പേരുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അവർക്കൊക്കെ സ്പെഷ്യൽ താങ്ക്സ് ഒന്നുകൂടി പറയുകയാണ്. അപ്പോൾ ഇനിയും തുടർന്ന് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.